അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, 2/24 സർക്കാർ തന്നെ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 371 കോടി 20 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ NHM ഫണ്ടിലേക്ക് നൽകിയത്. ഇതിൽ സംസ്ഥാന വിഹിതം അനുവദിക്കണമെന്ന് NHM സ്റ്റേറ്റ് ഡയറക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ആശാ വർക്കർമാർക്ക് നൽകിയ ഓണറേറിയമായ 50 കോടി സംസ്ഥാന സർക്കാർ കുറവ് വരുത്തുകയും ചെയ്തു. തുടർന്നും ദേശീയ ആരോഗ്യ മിഷൻ ഗ്രാൻഡായി കേരളത്തിന് 31 കോടി അതേ സാമ്പത്തിക വർഷത്തിൽ നൽകിയിട്ടുണ്ട്. അതായത് 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ അതേ സാമ്പത്തിക വർഷം തന്നെ ഏകദേശം 400 കോടിക്ക് മുകളിൽ കേന്ദ്രം തുക കൈമാറിയെന്ന് നമ്മുടെ കൈവശമുള്ള രേഖകൾ തെളിയിക്കുന്നു. ഈ തുക ലഭിച്ചതിന് ശേഷമാണ് ആശാ വർക്കർമാർക്ക് സംസ്ഥാനം പണം നൽകിയത്. വസ്തുത ഇതായിരിക്കെ നിയമസഭയെ ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? എന്താണ് താങ്കളുടെ നിരീക്ഷണം, അഡ്വക്കേറ്റ് സുരേഷ് ബാബു? ഈ തുക നൽകിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ എൻ്റെ മനസ്സിലില്ല, എൻ്റെ മുമ്പിലില്ല. പക്ഷേ NHM ഫണ്ട് എന്ന് പറയുന്നത് ആശാ വർക്കർമാർക്ക് മാത്രമുള്ള ഫണ്ടല്ല, ആശാ ജീവനക്കാർക്ക് കൊടുക്കാൻ മാത്രമായിട്ടുള്ളതല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പല വകതിരിവുകൾ അതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഈ ആശയ്ക്കുള്ള വകയായിട്ട് കാര്യമായി കിട്ടേണ്ടുന്ന 1 രൂപയും കിട്ടിയിട്ടില്ല എന്ന് വീണ ജോർജ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവ അടിസ്ഥാനപരമായി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കമ്പോണൻറ്റിൻ്റെ വകയായി ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ടുന്ന കമ്പോണൻ്റ് വകയായി ഈ പറഞ്ഞ ഒരു തുകയിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ആശാ വർക്കേഴ്സിൻ്റെ ഓണറേറിയത്തിനും അവരുടെ വേതനത്തിനുമായി മാറ്റിവെക്കാൻ ഉള്ള പൈസയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ലെന്ന് കേരള നിയമസഭയ്ക്കകത്ത് പറയേണ്ടി വന്നിട്ടുള്ളത്. ആ പറഞ്ഞിട്ടുള്ള വസ്തുത തെറ്റാണെങ്കിൽ ഒരു പ്രിവിലേജ് മോഷൻ വെക്കാം, മന്ത്രിയെ ഇംപീച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും. കാരണം നിയമസഭയ്ക്കകത്തും പാർലമെൻറ്റിനകത്തും ഒന്നും കള്ളം പറയാൻ പറ്റില്ല, അത് സത്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. വസ്തുതാവിരുദ്ധമായി വല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ആ പറയുന്ന ആളുകൾക്കും അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കും എതിരെ നടപടി ഉണ്ടാകും എന്നൊരു വസ്തുത നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. ആ വസ്തുത വെച്ചുകൊണ്ട് ആശാ വർക്കർ കോമ്പോണൻ്റായിട്ട് ഈ പറയുന്ന തുകയിൽ കാര്യമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന വസ്തുതയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി പാർലമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ല, കേന്ദ്രവിഹിതം അസംബ്ലിക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രവിഹിതം 0 എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ സാധാരണക്കാർ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു? കേന്ദ്രവിഹിതം 0. ഇന്ന് CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ തലക്കെട്ട് ഇന്നലെ കേന്ദ്രവിഹിതം 0. എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളേണ്ടത്? സാധാരണക്കാർ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ വർത്തമാന പത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടില്ല, നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ കേരള നിയമസഭയ്ക്കകത്ത് മേശപ്പുറത്ത് വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ആശാ വർക്കർക്ക് കൊടുക്കേണ്ടുന്ന ഓണറേറിയത്തിൻ്റെ ആ കമ്പോണൻറ്റിൻ്റെ വകയായി ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് സഭയ്ക്കകത്ത് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടെ താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കേന്ദ്രം തരാനുള്ള 826.02 കോടിയിൽ ദേശാഭിമാനി പത്രത്തിൽ വന്നതാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ്, അത് മന്ത്രി പറഞ്ഞ അതേപടി അവർ കൊടുക്കുമല്ലോ. അടിസ്ഥാന വികസനത്തിനും കൈൻ ഗ്രാൻറ്റിനും വേണ്ടിയുള്ള 189.15 കോടി മാത്രമാണ് അനുവദിച്ചത് എന്ന് പറയുന്നു. ആശമാരുടെ ഇൻസെൻറ്റീവ് 100 കോടിയോളം രൂപയടക്കം 636.88 കോടി കുടിശ്ശികയാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ദേശീയ ആരോഗ്യ മിഷൻ ഫണ്ടിൽ ആശമാർക്ക് എത്ര എന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു അലക്വേഷൻ എന്തായാലും ഈ ആശമാരുടെ ഇൻസെൻറ്റീവിലൊക്കെ
ഉണ്ടാവുമല്ലോ. അത് കൃത്യമായിട്ട് ദേശീയ ആരോഗ്യ മിഷൻ, സംസ്ഥാന ആരോഗ്യ മിഷന് അതിനുള്ള ഡയറക്ഷനൊക്കെ കൊടുക്കുമല്ലോ. സ്വാഭാവികമായിട്ട് അതാണല്ലോ. അപ്പോൾ ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നത്, അങ്ങനെ ആശമാരെ പൂർണ്ണമായും ആശമാരുടെ ഇൻസെൻറ്റീവിൽ ഒരു പൈസ പോലും വകവരുത്തിയിട്ടില്ല എന്ന് പറയുന്നത് അത്ഭുതത്തോടെ മാത്രമല്ലേ നോക്കിക്കാണാനാവൂ. അപ്പോൾ ആരാ കള്ളം പറയുന്നത്? അല്ല അതിനകത്ത് ആരെങ്കിലും കള്ളം പറയുന്നു എന്നൊന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചർച്ചയിൽ, കാരണം രണ്ട് തലത്തിൽപ്പെട്ട നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികളാണ് അപ്പുറത്ത് രാജ്യസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതും ഈ കേരള നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതും. അവരൊരു കള്ളന്മാരെന്നോ കള്ളം പറയുന്നവരെന്നോ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെന്നോ എന്നുമുള്ള ഒരു ദുർവ്യാഖ്യാനം രണ്ട് ഭാഗത്തെ മന്ത്രിമാരെക്കുറിച്ചും പറയാൻ ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 836 കോടി ഉറുപ്പിക കിട്ടേണ്ടടുത്ത് 100 കോടി ഉറുപ്പിക തരികയും അത് ഇന്ന കമ്പോണൻറ്റിന് വേണ്ടിയാണെന്ന് സ്പെസിഫിക്കായി പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ആശാ വർക്കർ കോമ്പോണൻ്റ് ആയിട്ടുള്ള പണം കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ഒരു അടിസ്ഥാനപരമായ ഒരു ശരിയായൊരു പ്രസ്താവനയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിവക്ഷ.